പാസ്ത എങ്ങനെയുണ്ട്? നല്ല കളർഫുള്ളായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ. കാരണം ഈ സോസൊക്കെ ഇടുമ്പോൾ അതേപോലെ ടേസ്റ്റാണ് കേട്ടോ. ഇത് കേട്ടോ. ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാനുണ്ടല്ലോ ഇന്നലെ രാത്രിയിലേ തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ട്, ഇതുണ്ടോ, തലയിൽ എണ്ണയൊക്കെ വെച്ച് രാത്രി എണ്ണ വെച്ചിട്ട് കിടന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേ എണ്ണ വെച്ച് കിടന്നിട്ട് രാവിലെ എണീറ്റ് കുളിച്ചു. ഇപ്പോൾ 6:45. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ ഇന്ന് എന്നെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ? ഇന്നുണ്ടാക്കുന്ന എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പാസ്തയിൽ കുറച്ച് മുട്ട, 2 മുട്ടയോ അല്ല 1 മുട്ടയോ ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാനൊരു വീഡിയോയിൽ പാസ്ത ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ സോസ് ഒന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ. അതിനകത്ത് സ്വല്പം സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ഇട്ടിട്ട് ഇന്നുണ്ടാക്കുന്നത്. പിന്നെ എന്താണെന്നറിയോ, എന്നോട് പിന്നെ കുറച്ച് പേര് പറഞ്ഞേ ഞാൻ എന്നാ പറയുമ്പോൾ കെട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഓക്കെ കെട്ടോ എന്നൊക്കെ പറയുന്നത് അതെനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷെ അറിയാതെ എൻ്റെ വായി വരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? കാരണം നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്ന് നമ്മളിങ്ങനെ പറയൂല. അത് പഠിച്ചു പോയതുകൊണ്ടാണ്. അതെനിക്കിനി മാറ്റണമെങ്കിൽ ഞാൻ കുറേ സമയം പിടിക്കും. അതിപ്പോൾ ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാനല്ലോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ നിന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഓർത്ത് ഞാൻ പറയണം. പക്ഷെ അങ്ങനെ എനിക്ക് പറയാൻ കിട്ടില്ല. അപ്പം ഞാൻ അഷ്യൂഷ്വൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കെട്ടോ ഓക്കെ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇടയിലേക്ക് മീൻസ് വരും. അതൊക്കെ നമ്മുടെ വർക്കിംഗ് പ്ലേസിലെല്ലാം അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ മിങ്കിളായി കഴിയുമ്പം അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പം ഞാൻ പതിയെ അത് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ പാസ്ത ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അതിനകത്ത് ഇടുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയാവോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ഉലുവ ഇല, മേന്ത്യ സപ്പ് എന്നാണ് കന്നഡയിൽ പറയുന്നത്. ഇത് നല്ല ബാക്ക് പെയിനും ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇവിടെ ഇവരെല്ലാത്തിനും കറക്കി ഉപയോഗിക്കും. ഇവിടെയൊക്കെ അറിയാലോ നമുക്ക് എല്ലാത്തിനും ചുമയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ പിന്നെ ചിരകൾ കിട്ടും കേട്ടോ. വെറൈറ്റി ഒത്തിരി ചിരകൾ കിട്ടും. അപ്പോൾ ഇതെന്താന്ന് പറയാം, ഇത് സ്പ്രിംഗ് ഒനിയൻ. ഇതൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്ന കേട്ടോ. കുറച്ച് വെജിറ്റബിളൊക്കെ, ഇത് വെജിറ്റബിൾ ഇട്ട് നമ്മൾ എല്ലാവരും ഉണ്ടാക്കും. ഇല്ലാതെ മുട്ട മാത്രമാക്കി ഉണ്ടാക്കും. ഞാൻ വെജിറ്റബിൾ ഇട്ട് അതിനകത്ത് ഒരു മുട്ടയും കൂടെ ഇടും. പിന്നെ നമ്മുടെ അഷ്യൂഷ്വൽ മല്ലിച്ചപ്പ്. ഓക്കെ. പിന്നെ ഇതെന്ന് കുറച്ച് ബീൻസ്. ഇത് ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കേട്ടോ, ഞാൻ നീളത്തിലല്ല. ഇത് കുറച്ച് ക്യാബേജ്. കാണാവോ? ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ടൊമാറ്റോ, ഇത് സ്വല്പം ഗ്രീൻ ചില്ലി. ഇത്ര സാധനങ്ങൾ എല്ലാ ഇലകളും കൂടി മിക്സ് ചെയ്ത് അങ്ങ് ഇടും. കാരണം നമുക്ക് നല്ല ഈ ഫൈബറും കാൽഷ്യം ഒക്കെ അകത്ത് പോകണ്ടേ. ഞാൻ യൂഷ്വലി എനിക്കിങ്ങനെ ചുമ പിടിക്കുന്നുണ്ട്. രാവിലെ കുളിക്കാറില്ല. പക്ഷേ ഇന്ന് രാവിലെ കുളിച്ചാൽ എനിക്ക് ഭയങ്കര ചുമ. അപ്പം ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിരന്ന് കിടക്കുക. നിങ്ങൾ കാര്യമാക്കണം കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ഉണ്ടല്ലോ പാസ്ത അതുകൊണ്ടോ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഉള്ളി ഇടാം കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി പോയി. രാവിലെ ഇങ്ങനെ എണീറ്റ് കുളിച്ചോണ്ടേ 6:45. ഇത് കുറച്ച് നല്ലപോലെ വഴലട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടേ. നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളകും ഈ തക്കാളിയും കൂടെ. ഇനി നല്ലപോലെ വഴലട്ടെ. എനിക്ക് നല്ല ചുമയുണ്ട് കേട്ടോ. ഞാൻ വേറെ പാത്രത്തിലെ മീൻസിലെ ഇട്ട് കേട്ടോ. എന്താ പറയുക, അത് ചെറിയൊരു ചട്ടിയല്ലായിരുന്നോ, അതുകൊണ്ട്. ഇതിപ്പോൾ ഉള്ളിയും തക്കാളിയും വഴണ്ടു. നമുക്കിനി ബീൻസും ക്യാരറ്റും ഇടാം. സ്പ്രിംഗ് ഒനിയനും ഇടാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ മേൻ്റെ ഇല വെച്ചിട്ടില്ലായിരുന്നോ, ഇത് നമുക്കിതിലൂടെ കട്ട് ചെയ്തിടാം. ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ആദ്യം കട്ട് ചെയ്ത് അങ്ങനെയാണ് കാണിച്ചത്.
എല്ലാം കൂടെ നല്ലപോലെ വഴഞ്ഞിട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അധികം വേവണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് വെന്താൽ മതി. ഇത് വഴഞ്ഞ് വന്നിട്ടുണ്ടേ. നമുക്കിതിനകത്തേക്ക് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ആക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് വെന്ത് കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ കട്ടയായി പോകില്ലേ, നല്ലപോലെ ഇങ്ങനെ വെന്ത് മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആവണം. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം ഉണ്ടാക്കാനും. എനിക്കധികം ഒന്നും പ്രിപ്പറേഷൻ ചെയ്യാൻ അറിയില്ല ഓണത്തിൻ്റെ. നമ്മൾ നാട്ടിലൊക്കെ ഉള്ളപ്പം ഞാനിവിടെ ആയതുകൊണ്ട് അധികം ഒന്നും ഓണത്തിൻ്റെ ചോറും കറികളും അങ്ങനെയൊന്നും അധികം ഉണ്ടാക്കാറില്ല. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 6 കൂട്ടം തോരനും പിന്നെ 2 ടൈപ്പ് പായസം, പിന്നെ എന്താ വെച്ചേ ചാറ് കറി, മോര് കറിയും, പിന്നെ മോര് കറി വെച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ട് വരുന്നു. മോര് കറി വെച്ചു, സാമ്പാർ വെച്ചു, പച്ചടി വെച്ചു, അത് ബീട്രൂട്ട് അങ്ങനെ വെച്ചു. അങ്ങനെ ഒരു 12 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കന്നഡക്കാരായിരുന്നേ. എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പായസമൊക്കെ 3-4 പ്രാവശ്യം. കാരണം ഞാൻ തന്നെയാണ്. ഞങ്ങൾ രാവിലെ ഇവിടുത്തെ ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അവിടെ പോയിട്ട് അവിടെയൊക്കെ തൊഴുതു വന്ന് കഴിഞ്ഞപ്പോൾ 11 മണിയായി. 11 മണി കഴിയപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്ന് എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. അറൗണ്ട് 1:30 ആയപ്പോഴത്തേക്കും എല്ലാം എൻ്റെ കഴിഞ്ഞു. നമ്മൾ 2 മണിയാകുമ്പോഴത്തേക്കും ചോറുണ്ടാൽ മതിയല്ലോ. അങ്ങനെ ആയപ്പോൾ എല്ലാവരും വന്നു. അങ്ങനെ ഞാൻ എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ ഓണം ഞാനാണ് ആദ്യമായിട്ട് അങ്ങനെ ഓണം വെച്ച് ഉണ്ടാക്കുന്നത്. മീൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനതിങ്ങനെ ഓണത്തിന് ഫുഡൊന്നും അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ പാസ്ത ഇളക്കട്ടെ കേട്ടോ. സിമ്മ് കുറച്ചാണ് വെച്ചത് കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പ് മതി, അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോയി കഴിഞ്ഞാൽ, ഉപ്പ് പിന്നെ അധികമായാൽ പിന്നെ അറിയാലോ, ഒന്നിനും കൊള്ളില്ല, എടുത്ത് കളയേണ്ടി വരും. ഇതെല്ലാം മിക്സായി. ഇനി നമുക്ക് സോസും ഒക്കെ ഒഴിക്കാം കേട്ടോ. നമുക്ക് സോയാ സോസ് ഇടാം കേട്ടോ. ഇത് കണ്ടോ, സോയ സോസ് അധികം ഇടണ്ട കേട്ടോ. ഇത് കുറച്ച് പുളി പോലെ ഇല്ലേ, കുറച്ചിട്ടാൽ മതി. നമുക്ക് റെഡ് ചില്ലി സോസ് ഇടാം. ഏനമ്മോ ഇല്ലപ്പം എൻ്റെ പൊന്നൂക്ക് തിന്നൊക്കെ ഏനില്ലല്ല. ഇത് ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, ഇത് കുറച്ചിടാം. ഇതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കണേ. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നോക്കി, ഉപ്പ് എല്ലാം കറക്റ്റ് ഉണ്ട് കേട്ടോ, എല്ലാം കറക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളിങ്ങനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല കെച്ചപ്പിൻ്റെയും പിന്നെ റെഡ് ചില്ലി സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഗ്രേവി നമ്മൾ ഈ നൂഡിൽസ് ഇന്ന് പോലെ ഇതുപോലെ തന്നെ ഒരു ദിവസം നൂഡിൽസ് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനകത്ത് ഇനി മുട്ട ഇടുന്നില്ല, കാരണം എല്ലാം ആയാലും ഇനി എന്തിനാ മുട്ട ഇടുന്നില്ല. മിക്സ് ചെയ്തു, എല്ലാം റെഡിയായി. അപ്പോൾ ഇനി എൻ്റെ ടിഫിൻ ബോക്സിലേക്ക് എനിക്ക് ആക്കണം കേട്ടോ, ടൈമായി. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുടിയൊന്നും കെട്ടില്ലെന്നറിയാമോ, അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഉണങ്ങാനുള്ളതല്ലേ, അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കെട്ടി വെക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോവാം. പിന്നെ എന്നാന്നറിയാം, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് ചോദിച്ചാൽ പാസ്ത അറിയാലോ. ലഞ്ച് എന്ന് പറഞ്ഞാൽ മുദ്ദ എടുക്കുന്നത്, മുദ്ദയും മോരും. പിന്നെ അത് എൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചത് അത് തന്നെ. കാരണം എന്താ ചോദിച്ചാൽ ചോറ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഞാനെന്നറിയാവോ, എനിക്കിപ്പോൾ ചുമയുള്ളതുകൊണ്ട് അതെന്തെങ്കിലും പറ്റുമോയെന്ന് അറിയില്ല. കാരണം തണുപ്പല്ലേ, മുദ്ദ എപ്പോഴും കഴിക്കുന്നത് കുറച്ച് വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ചിലപ്പം കോൾഡാണ്, ചിലപ്പം കോൾഡ് പിടിക്കും. പക്ഷേ എനിക്കിപ്പോൾ ചുമ പിടിച്ച് എനിക്ക് തോന്നുന്നു രാവിലെ എങ്ങനെ ഞാൻ കുളിച്ചിട്ടാന്ന് തോന്നുന്നു. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം.
ഇത് ഞാൻ പാസ്ത റെഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇതെന്ന് പറയും, ഇതൊരു എൻ്റെ ബോക്സ് അല്ല, ഇതെനിക്ക് എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നൊരു കൊളീഗുണ്ട്. അവർ ഹോസ്റ്റലായതുകൊണ്ട് അധികം ഫുഡ് ഇങ്ങനത്തെ ഒന്നും അവർ കഴിക്കാത്തതുകൊണ്ട് ഞാൻ അവർക്ക് ചെറിയൊരു ബോക്സിലെടുത്തു. ഈ ബോക്സിലാണ് എൻ്റെ ഇത്. പിന്നെ ഉച്ചക്കത്തെ കാണിക്കണ്ടല്ലോ, മുദ്ദയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ആർക്കൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം എല്ലാവരും പ്രിപ്പറേഷനൊക്കെ ചെയ്ത് റെഡി ആയിരിക്കും ഓണം നമുക്ക് സെലിബ്രേറ്റ്, എല്ലാവർക്കും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ബൈ, ടേക്ക് കെയർ.